السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. ദർസുൽ ഖുർആനിൻ്റെ 200ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖലമിലെ 42 മുതൽ 47 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് വിശദീകരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അതിൻ്റെ ശരിയായ രൂപത്തിൽ അർത്ഥങ്ങളും ചുരുങ്ങിയ രീതിയിലെങ്കിലും അതിൻ്റെ വിശദീകരണങ്ങളും മനസ്സിലാക്കുക എന്നതാണ് നമ്മുടെ ഈ ക്ലാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശ്യം. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ വഴികാട്ടിയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിൽ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ്, കൽപ്പനകളാണ് തനിക്ക് സ്വീകരിക്കേണ്ടതും തിരസ്കരിക്കേണ്ടതും എന്നൊക്കെ കൃത്യമായി അവന് നൽകിയിട്ടുള്ള അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളാണ് ഖുർആൻ ആയത്തുകൾ. അതുകൊണ്ട് തന്നെ അത് അറിയാതെ പോവുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് തീർച്ചയായും അനുഗുണമല്ലാത്ത കാര്യമാണ്. കാരണം അവന്റെ പരലോക ജീവിതത്തിന്റെ വിജയത്തിനു വേണ്ടി എങ്ങനെ പ്രവർത്തിക്കണമെന്ന ഒരു മാർഗരേഖ, അതും സൃഷ്ടാവിന്റെ മാർഗരേഖ, അതറിയാതെ അവന് ഇരുലോകത്തും വിജയം വരിക്കാൻ സാധിക്കുകയില്ല. ഇപ്പൊ നമ്മൾ വായിക്കുന്ന ആയത്തുകളിലൊക്കെയും അങ്ങനെയുള്ള നേർമാർഗത്തെ നിരാകരിക്കുകയും സത്യമാർഗത്തെ അവഗണിച്ചു തള്ളുകയും ചെയ്യുന്ന ആളുകൾക്ക് പരലോകത്തുണ്ടാകുന്ന അവസ്ഥകളാണ് പല ആയത്തുകളിലും വിശദീകരിക്കുന്നതായി നമ്മൾ കണ്ടത്. ഇന്ന് നമ്മൾ വായിക്കുന്ന 42 മുതൽ 47 വരെയുള്ള ആയത്തുകളിലും അത്തരം കാര്യങ്ങൾ തന്നെയാണ് അള്ളാഹു നമ്മൾക്ക് വ്യക്തമാക്കി തരുന്നത്. 42ാമത്തെ ആയത്ത് أعوذ بالله من الشيطان الرجيم يوم يكشف عن ساق ويدعون إلى السجود فلا يستطيعون. ഈ 42ാമത്തെ ആയത്ത് അള്ളാഹു പറയുന്നത് പരലോകത്തുണ്ടാകുന്ന ഒരവസ്ഥയെ സംബന്ധിച്ചാണ്. യൗമ യുക്ഷഫു അൻ സാഖിൻ, കണങ്കാൽ വെളിപ്പെടുന്ന ദിവസം. വയുദ്ഔന ഇല സുജൂദി, സുജൂദ് ചെയ്യാൻ അവർ വിളിക്കപ്പെടും, ക്ഷണിക്കപ്പെടും. ഫലാ യസ്തതിഊൻ, അപ്പോൾ അവർക്ക് അതിന് സാധിക്കുകയില്ല. ഇത് കണങ്കാൽ വെളിപ്പെടുക എന്ന ഒരു പ്രയോഗം ഇവിടെ നടത്തിയതായി കാണാം. യഥാർത്ഥത്തിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മനുഷ്യന്റെ കണങ്കാലിൽ നിന്ന് വസ്ത്രം ഉയർത്തുക എന്നതാണ് അതിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥമെങ്കിലും
വളരെ ഭയപ്പാടുണ്ടാക്കുന്ന അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന വല്ല സംഭവങ്ങളും നമ്മൾ കാണുമ്പോൾ ഭയപ്പെട്ട് വസ്ത്രമുയർത്തി ഓടുന്ന ഒരു രംഗത്തെയാണ്, അല്ലെങ്കിൽ അത്തരമൊരു പ്രയോഗത്തിൽ നിന്നാണ് ഇതുണ്ടാകുന്നത്. ഇവിടെ ഈ പ്രയോഗം നടത്തിയിരിക്കുന്നത് പരലോകത്ത് മനുഷ്യരുടെ ആ അവസ്ഥ അല്ലെങ്കിൽ ഗൗരവാവസ്ഥ അവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. വലിയ ആപത്ത് നേരിടുമ്പോൾ വസ്ത്രം പൊക്കിപ്പിടിച്ച് മനുഷ്യൻ ഓടിപ്പോകുന്ന സാഹചര്യത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു ഇവിടെ പരലോകത്തെ പരാമർശിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരു അലങ്കാര പ്രയോഗമായിട്ടാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത്. അപ്പൊ അങ്ങനെ അവിടെ ഉദ്ദേശിക്കുന്നത് ഖിയാമത്ത് നാളിൽ, ആ ഭയാനകമായ ദിനത്തിൽ എന്തു സംഭവിക്കും? വയുദ്ഔന ഇല സുജൂദി, അള്ളാഹുവിന് സാഷ്ടാംഗം ചെയ്യാൻ, സുജൂദ് ചെയ്യാൻ അവർ ക്ഷണിക്കപ്പെടും. ഫലാ യസ്തതിഊൻ, അപ്പോൾ അവർക്കതിന് സാധിക്കുകയില്ല. അപ്പൊ പരലോകത്ത് സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് അള്ളാഹു ഇവിടെ പരാമർശിക്കുന്നത്. ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, യക്ഷിഫു റബ്ബുന അൻ സാഖിൻ ഫയസ്ജുദു ലഹു കുല്ലു മുഅ്മിനിൻ വമുഅ്മിന. പരലോകത്ത് അള്ളാഹു തന്റെ കണങ്കാൽ വെളിപ്പെടുത്തും. അപ്പോൾ സത്യവിശ്വാസികളെല്ലാം അവന് സുജൂദ് ചെയ്യും. ഫയബ്ഖ കുല്ലു മൻ കാന യസ്ജുദു ഫി ദുനിയ റിയാഅൻ വസുമഅ. എന്നാൽ ഈ ലോകത്ത് വെച്ച് ലോകമാന്യത്തിനും പ്രശസ്തിക്കും വേണ്ടി, അഥവാ വിശ്വാസം ഒട്ടുമേ അകത്തില്ലാതെ കാപട്യത്തിന്റെ സാഷ്ടാംഗം ചെയ്തിരുന്ന ആളുകൾക്ക് അന്ന് സുജൂദ് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. അങ്ങനെ എല്ലാ സത്യവിശ്വാസികളും വിശ്വാസിനികളുമൊക്കെ സുജൂദ് ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടാകുമെന്നും അന്ന് ഈ നിഷേധികൾ അല്ലെങ്കിൽ കപടവിശ്വാസികൾ സുജൂദ് ചെയ്യാൻ ശ്രമിക്കും. ഫയദ്ഖബു ലിയസ്ജുദ, അവർ സുജൂദ് ചെയ്യാൻ പോകും. ഫയഊദു ലഹ്റഹു തബഖൻ വാഹിദ, അവന് സുജൂദ് ചെയ്യാൻ കഴിയാതെ അവന്റെ ആ നട്ടെല്ല് നേർക്ക് നേരെ തന്നെ വളയാതെ നിൽക്കും എന്ന് പ്രവാചകൻ പറഞ്ഞു. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഒന്നാമത്തേത് ഇത് പരലോകത്തിലെ ഗൗരവമായ ഒരവസ്ഥയെ സൂചിപ്പിക്കുന്നു എന്നതാണ്. രണ്ടാമത്തേത്, പരലോകത്ത് മനുഷ്യർ അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെടും. അപ്പൊ ഇഹലോകത്ത് അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിച്ച എല്ലാ മനുഷ്യർക്കും സുജൂദ് ചെയ്യാൻ സാധിക്കുമെന്നും എന്നാൽ നിഷേധികളും കപടന്മാരുമായിട്ടുള്ള ആളുകൾക്ക് അന്ന് സുജൂദ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. ഇനി ഇതിന്റെ തന്നെ അടുത്ത വചനത്തിൽ അള്ളാഹു അതിന്റെ ബാക്കി കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല വഖദ് കാനൂ യുദ്ഔന ഇല സുജൂദി വഹും സാലിമൂൻ. ഈ ആയത്തിൽ അള്ളാഹു ആദ്യം പറഞ്ഞതിന്റെ ഒരു വിശദീകരണം ഒന്നുകൂടെ നൽകുകയാണ്. അബ്സാറുഹും, അവരുടെ ദൃഷ്ടികൾ, അവരുടെ കണ്ണുകൾ, തർഹഖുഹും, അവരെ വലയം ചെയ്യുന്നതാണ്. അതിനുമുമ്പ് ഖാശിഅതൻ അബ്സാറുഹും, അവരുടെ ദൃഷ്ടികൾ, കണ്ണുകൾ താഴ്ന്നതായിരിക്കും. മാത്രമല്ല തർഹഖുഹും ദില്ല, അവരെ ഒരുതരം നിന്ദ്യത അവരെ പിടികൂടുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരവസ്ഥയായിരിക്കും ഈ നിഷേധികൾക്കുണ്ടാവുക. ആ സമയത്ത് വഖദ് കാനൂ യുദ്ഔന ഇല സുജൂദി, അള്ളാഹു പറയാൻ
ഈ ലോകത്ത് അവരെ പ്രവാചകന്മാരും അവരിലേക്ക് വന്ന അള്ളാഹുവിന്റെ ദൂതന്മാർ അവരെ സുജൂദ് ചെയ്യാൻ വിളിക്കുകയും ക്ഷണിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. വഹും സാലിമൂൻ, അന്ന് അവർക്കതിന് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, അവർക്കതിന് സാധിക്കുമായിരുന്നു. പക്ഷേ അന്ന് അവരത് ചെയ്തില്ല. അപ്പൊ ലോകത്തിലെ എല്ലാ മനുഷ്യരിലേക്കും പ്രവാചകന്മാർ വരികയും ആ പ്രവാചകന്മാർ അവരുടെ സൃഷ്ടാവായ അള്ളാഹുവിനെ കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്തുകയും അവന് സുജൂദ് ചെയ്യാൻ അല്ലെങ്കിൽ അവന് കീഴ്പ്പെടാൻ ആ പ്രവാചകന്മാർ അവരവരുടെ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും താക്കീത് നൽകുകയും ഒക്കെ ചെയ്തിരുന്നല്ലോ. ആ സന്ദർഭങ്ങളിൽ അവർക്കതിന് കഴിയും. പക്ഷേ ധിക്കാരവും അഹങ്കാരവും അങ്ങേയറ്റത്തെ നിഷേധവും കാരണം അവർ സുജൂദ് ചെയ്തിരുന്നില്ല. അങ്ങനെയുള്ള ആളുകൾ പരലോകത്ത് ഇങ്ങനെയൊരു അവസ്ഥ അവർക്കുണ്ടാകുമെന്നും ആ സമയത്ത് അവർക്ക് സുജൂദ് ചെയ്യാൻ അവർ ശ്രമിക്കുമെങ്കിലും ഫലാ യസ്തതിഊൻ, അവർക്ക് സാധിക്കുകയില്ല. അവരുടെ സുജൂദിനു വേണ്ടി അവരുടെ മുതുക് വളയാതെ അവരുടെ നട്ടെല്ല് നേർക്കുനേർ നിൽക്കും എന്ന് പ്രവാചകൻ പറഞ്ഞല്ലോ. അഥവാ അന്ന് അവർക്കതിന് സാധിക്കുകയില്ല. അപ്പൊ ഇവിടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് ഈ ദുനിയാവിലെ അള്ളാഹുവിന്റെ ദൂതന്മാർ അവരോട് കൽപ്പിച്ച സന്ദർഭങ്ങളിൽ അവർക്കതിന് സാധിക്കുമായിരുന്നു. പക്ഷെ നിഷേധവും ധിക്കാരവും നിമിത്തം അവർ അള്ളാഹുവിന് സുജൂദ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ പരലോകത്തും അവർക്കതിന് സാധിക്കുകയില്ല എന്ന് അള്ളാഹു തന്നെ വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരലോകത്ത് എന്താണ് അവർ സുജൂദ് ചെയ്തിട്ടുള്ള കൊണ്ട് എന്താണ് കാര്യം? ഇഹലോകത്ത് സുജൂദ് ചെയ്യുകയോ അള്ളാഹുവിന് കീഴ്പ്പെടുകയോ ചെയ്യാത്ത ആളുകൾ പരലോകത്ത് പിന്നെ എന്തിനാണ് അവർ സുജൂദ് ചെയ്യാൻ ക്ഷണിക്കപ്പെടുന്നത്? അങ്ങനെ സുജൂദ് ചെയ്യുന്നത് കൊണ്ട് എന്തർത്ഥമാണുള്ളത് എന്നൊരു പക്ഷേ ചോദിച്ചേക്കാം. അതുകൊണ്ടാണ് മുഫസ്സിരീങ്ങൾ മഹാനായ ഇമാം റാസി റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, ലാ യുദ്ഔന ഇല സുജൂദി തഅബ്ബുദൻ വ തഅനീഖ് വ തക്ലീഫൻ, നിർബന്ധിതമായിട്ടോ അതല്ലെങ്കിൽ അവർക്ക് ആരാധനാ രൂപത്തിലുള്ള സുജൂദിനോ അല്ല അവർ ക്ഷണിക്കപ്പെടുന്നത്. മറിച്ചെന്താണ് അവരെ ആ സമയത്ത് വിളിക്കുന്നത്? വലാകിൻ തൗബീഖൻ വ തഅനീഫൻ, അവരെ വഷളാക്കുവാനും അവർക്ക് ഭയമുണ്ടാക്കുവാനുമാണ്. കാരണം എന്താ? അവർക്കത് സാധിക്കുകയില്ല എന്ന് അള്ളാഹുവിന് അറിയാം. പക്ഷേ ഇഹലോകത്ത് വെച്ച് അവരിതിന് വിളിക്കപ്പെട്ടപ്പോൾ, സുജൂദ് ചെയ്യാൻ അവരിലേക്ക് വന്ന പ്രവാചകന്മാർ അവരോട് പറഞ്ഞപ്പോൾ, ആ സാധിക്കുമായിരുന്ന സന്ദർഭത്തിൽ അവർ ചെയ്യാത്തതിന്റെ അനന്തരഫലം അവർക്ക് ഇവിടെയുണ്ടാകുന്ന ഈ ഗൗരവമായ നിമിഷത്തിൽ, ദിവസത്തിൽ അവർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ വലാക്കിൻ, അങ്ങനെ അവരോട് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെടുന്നത്, അവരെ ക്ഷണിക്കുന്നത് തൗബീഖൻ, അവരെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട്, അവർക്ക് ഭയമുണ്ടാക്കാൻ, തഅനീഫൻ, അതേപോലെ തന്നെ അവരെ വശലാക്കുവാൻ, നിന്ദിക്കുവാൻ വേണ്ടിയിട്ടാണ്. അലാ തർക്കിഹിമു സുജൂദ ഫി ദുനിയ, ഈ ദുനിയാവിൽ അവർ സുജൂദ് ചെയ്യാത്തതിന്റെ കാരണത്താൽ അവർക്ക് വളരെ ഭയവും അതോടൊപ്പം അവർക്ക് നിന്ദ്യതയും ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് പരലോകത്ത് അങ്ങനെ ക്ഷണിക്കപ്പെടുന്നത് എന്നാണ് മഹാനായ ഇമാം റാസിയെ പോലെയുള്ള മുഫസ്സിരീങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ കൃത്യമായി ഇഹലോകത്ത് അള്ളാഹുവിന് കീഴ്പ്പെട്ടവന് മാത്രമാണ് പരലോകത്ത് വിജയമുണ്ടാവുക എന്ന ഒരു ആത്യന്തികമായ സന്ദേശമാണ് അള്ളാഹു ഈ രണ്ട് വചനങ്ങളിലൂടെ നമ്മൾക്ക് നൽകുന്നത്. ഇതിനോട് നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഉണർത്തൽ എന്നുള്ള നിലക്ക് ഇതോട് ചേർത്ത് പറയാനുള്ളത്, ഇപ്പോ കണങ്കാൽ വെളിപ്പെടുന്ന ദിവസം എന്ന് പറഞ്ഞല്ലോ, അതിന്റെ വിശദീകരണത്തിൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഖുർആനിലും അതുപോലെ തന്നെ സുന്നത്തിലും വന്നിട്ടുള്ള അള്ളാഹുവിന്റെ ഇത്തരം എല്ലാ വിശേഷണങ്ങളിലും ഒരു സത്യവിശ്വാസി വിശ്വസിക്കൽ നിർബന്ധമാണ്. എന്നാൽ അവ എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവന്റെ കണങ്കാൽ വെളിപ്പെടുക എന്നത് നമുക്കറിയില്ല. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ നിഷേധിക്കാനോ
അതിനെ ഇന്ന രൂപത്തിലായിരിക്കും എന്ന് വ്യാഖ്യാനിക്കുവാനോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപമിച്ചുകൊണ്ട് അതിനെ താരതമ്യം ചെയ്യാനോ പാടില്ല. അള്ളാഹു അവന്റെ മഹത്വത്തിന് അനുഗുണമായ യോജിച്ച രീതിയിൽ അവന്റെ വിശേഷണങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് വേണ്ടത്. അതിനെ വ്യാഖ്യാനിക്കാനോ അതിനെ മറ്റൊന്നിനോട് ഉപമിക്കുവാനോ നിഷേധിക്കുവാനോ പാടില്ല. അത് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു പറയാട്ടോ, ഫദർനി വമൻ യുകദ്ദിബു ബിഹാദൽ ഹദീസ് സനസ്തദ്രിജുഹും മിൻ ഹൈതു ലാ യഅലമൂൻ വഉംലി ലഹും ഇന്ന കൈദി മതീൻ. ഈ രണ്ടായത്തുകളിൽ അള്ളാഹു പറയാട്ടോ, ഫദർനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാ, ഫദർനി, എന്നെ വിട്ടേക്കുക, വമൻ യുകദ്ദിബു ബിഹാദൽ ഹദീസ്, ഈ വൃത്താന്തത്തെ കളവാക്കി നിഷേധിക്കുന്നവനെയും വിട്ടേക്കുക എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്തിട്ട് ഇതൊക്കെ ധിക്കാരപൂർവ്വം സ്വീകരിക്കാതെ പിന്തിരിഞ്ഞു പോകുന്ന സത്യനിഷേധികൾ ഉണ്ടല്ലോ, നബിയെ അവരുടെ കാര്യത്തിൽ അങ്ങ് വിഷമിക്കേണ്ട, അവരുടെ കാര്യം എനിക്ക് വിട്ടേക്കുക എന്നാണ് അള്ളാഹു നബി തിരുമേനിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നത്. അപ്പൊ അള്ളാഹു പറയുന്ന കാര്യം എന്താ, എന്റെയും അവരുടെ കാര്യം, അല്ലെങ്കിൽ അവരുടെ കാര്യം എനിക്ക് വിട്ടേക്കുക, അതിൽ താങ്കൾ പ്രയാസപ്പെടേണ്ടതില്ല. അതുകൊണ്ട് ഫദർനി, എന്നെയും വമൻ യുകദ്ദിബു ബിഹാദൽ ഹദീസ്, ഈ സന്ദേശം അല്ലെങ്കിൽ ഈ വൃത്താന്തത്തെ തള്ളിക്കളയുന്നവന്റെയും കാര്യം വിട്ടേക്കുക. എന്തിനു വിടുന്നത്, സനസ്തദ്രിജുഹും, നാം പടിപടിയായി അവരെ പിടികൂടുന്നതാണ്, മിൻ ഹൈസു ലാ യഅലമൂൻ, അവർക്കറിയാത്ത വിധത്തിൽ നാം അവരെ ക്രമേണ പിടികൂടും. മാത്രമല്ല വഉംലി ലഹും, നാം അവർക്ക് നീട്ടിക്കൊടുക്കുകയാണ് സമയം. ഇന്ന കൈദി, തീർച്ചയായും എന്റെ തന്ത്രം മതീൻ, ശക്തമാകുന്നു എന്നൊരു കാര്യം അള്ളാഹു ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയാണ്. എന്തായി പറഞ്ഞതിന്റെ അർത്ഥം, ഏതൊരാൾക്കും, ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് തവണ ഒരാളെ പ്രബോധനം ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവർ ധിക്കരിക്കുകയും കൂടുതൽ ശക്തമായി നിഷേധിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ പ്രബോധനം ചെയ്യുന്നവന്റെ മനസ്സിൽ, അയാളൊരു മനുഷ്യനാണല്ലോ, പ്രയാസം ഉണ്ടാകുമല്ലോ. അപ്പോ നബി തിരുമേനിയെ സംബന്ധിച്ച് എന്തുമാത്രം ആത്മാർത്ഥമായി യാതൊരു വേതനമോ ഒന്നും ചോദിക്കാതെ അവരെ ഈ സത്യസന്ദേശം സ്വീകരിക്കാൻ, അവരെ വളരെ വിനയത്തോടെ അവരെ ക്ഷണിക്കുകയും അവരോട് പ്രബോധനം നടത്തുകയും ചെയ്യുമ്പോൾ കൂടുതൽ ധിക്കാരത്തോടെ പിന്തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ടാകുമ്പോൾ ആ അവസ്ഥയിൽ സ്വാഭാവികമായും വിഷമമുണ്ടാവുക തീർച്ചയായും അത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹു പ്രവാചകനെ ആശ്വസിപ്പിക്കുകയാണ്. നബിയുടെ ബാധ്യത എന്തുമാത്രം ഈ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവർ ധിക്കരിക്കുകയും അവരുടെ ഒരു വിളയാട്ടം തന്നെ നബി തിരുമേനി നേരിടുകയും ചെയ്യുകയാണ്. അത് വലിയ വിഷമങ്ങൾ ഉണ്ടാക്കുന്ന, പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. അതുകൊണ്ട് അള്ളാഹു പ്രവാചകനോട് പറയാണ്, സത്യനിഷേധികളുടെ വിളയാട്ടം കണ്ട് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. കാരണം താൻ തന്നെ അവരെ ഉചിതമായ രീതിയിൽ പിടികൂടി ശിക്ഷിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അറിയിക്കുകയാണ്. തൽക്കാലം അവരുടെ ഇഷ്ടത്തിന് അവരെ വിട്ടേക്കുക. അള്ളാഹു അവർക്ക് സമയം നീട്ടിക്കൊടുത്തിരിക്കുകയാണ്. അവർക്ക് നിശ്ചിതമായൊരു സമയമുണ്ട്. ആ സമയത്ത് അള്ളാഹു അവരെ പിടികൂടും എന്നുള്ളതാണ്. അത് ഏത് അക്രമികൾക്കുമുള്ള ഒരു അവസ്ഥയാണ്. നമ്മൾ ചിലപ്പോൾ ഈ ലോകത്ത് അനവധി ഒരു മനുഷ്യൻ അശക്തനെ കീഴ്പ്പെടുത്തുന്നത്, പണമുള്ളവൻ പണമില്ലാത്തവനെ ഉപദ്രവിക്കുന്നത്, കഴിവില്ലാത്ത രാജ്യങ്ങൾ ആക്രമിക്കുന്നത്, സായുധ ശേഷിയുള്ള സാമ്രാജ്യത്വ രാജ്യങ്ങൾ അങ്ങനെ ശേഷിയില്ലാത്ത രാജ്യങ്ങൾക്ക് മേൽ അതിക്രമം കാണിക്കുന്നത്, ഇവരെ പിടികൂടാൻ ആരുമില്ലേ എന്ന് പടച്ചവൻ പലപ്പോഴും നമ്മളൊക്കെ ആലോചിക്കും. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ച് ഈ ദുന്യാവ് വളരെ നശ്വരമാണല്ലോ. എല്ലാറ്റിനും അവനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ആ സമയത്ത് അള്ളാഹു അവനെ പിടികൂടുക തന്നെ ചെയ്യും എന്നുറച്ചു വിശ്വസിക്കുന്നവനായിരിക്കും അവൻ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി
അബൂ മൂസ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാൻ കഴിയും. ഇന്നല്ലാഹ ലയുംലി ലിദ്ദാലിമി ഹത്താ ഇദാ അഖദഹു ലം യുഫ്ലിതുഹു. നബി തിരുമേനി പറയുകയുണ്ടായി, അള്ളാഹു അക്രമിക്ക് സമയം നീട്ടിക്കൊടുക്കും, എന്നിട്ടോ അവനെ പിടികൂടിയാൽ പിന്നെ അവനെ രക്ഷപ്പെടാൻ അനുവദിക്കുകയില്ല. എന്നിട്ട് എന്നിട്ട് പ്രവാചകൻ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് പാരായണം ചെയ്തു. സൂറത്ത് ഹൂദിലെ 102-ാമത്തെ ആയത്താണ് പ്രവാചകൻ പാരായണം ചെയ്തത്. വകദാലിക അഖ്ദു റബ്ബിക ഇദാ അഖദൽ ഖുറ വഹിയ ളാലിമത്തുൻ ഇന്ന അഖ്ദഹു അലീമുൻ ശദീദ് എന്ന ആയത്ത് പ്രവാചകൻ പാരായണം ചെയ്യുകയുണ്ടായി. അക്രമികളായ രാജ്യക്കാരെ അള്ളാഹു പിടികൂടും. അവൻ പിടികൂടിയാൽ അവന്റെ പിടുത്തം അതിശക്തമാണ് എന്ന അർത്ഥം വരുന്ന ആശയം വരുന്ന സൂറത്ത് ഹൂദിലെ ആയത്ത് പ്രവാചകൻ പാരായണം ചെയ്തു. എപ്പോൾ ഒരു അക്രമിക്ക് അള്ളാഹു സമയം നീട്ടിക്കൊടുക്കും, എന്നിട്ട് അവനെ പിടികൂടിയാൽ പിന്നെ അവന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. എത്രയോ സംഭവങ്ങൾ വിശുദ്ധ ഖുർആനിൽ തന്നെ ഉണ്ടല്ലോ. ഫറോവയുടെ സംഭവം ഖുർആനിലുണ്ടല്ലോ. എത്ര സമയമാണ് മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും ഉപദേശം കേൾക്കാനും അത് ചെവിക്കൊള്ളാനും ഒക്കെ അള്ളാഹു അയാൾക്ക് സമയം നീട്ടിക്കൊടുത്തത്. പക്ഷേ അയാൾ അക്രമിയായി മാറുകയും ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് അവരോട് പറയുകയുമാണ് ചെയ്തത്. അവസാനം ആ ചെങ്കടൽ മുക്കി നശിപ്പിക്കപ്പെടുന്ന വേളയിൽ അയാൾ പറഞ്ഞുവല്ലോ, മൂസയുടെയും ഹാറൂന്റെയും റബ്ബിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. പക്ഷേ ആ സമയത്ത് അയാൾക്ക് വിശ്വാസം ഗുണം ചെയ്തില്ല. ആ പിടികൂടുന്ന സമയത്ത് രക്ഷയ്ക്കൊരു മാർഗവുമില്ല. അതാണ് അള്ളാഹുവിന്റെ നിയമം എന്നാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ നബി തിരുമേനിയുടെ പ്രബോധിതരായ സത്യനിഷേധികളായ ധിക്കാരികളായ ആളുകൾ, ആ ആളുകളോട് അവരുടെ അവസ്ഥയെ കണ്ട് വിഷമിക്കുന്ന പ്രവാചകൻ, ആ പ്രവാചകനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയാ, അവരുടെ കാര്യം വിട്ടേക്കൂ, അവരെ നാം വഴിയെ പടിപടിയായി പിടികൂടുന്നതാണ്, അക്രമിക്കുകൾക്ക് നാം അല്പസമയമൊക്കെ നീട്ടിക്കൊടുക്കും, അതുകൊണ്ട് വിഷമിക്കേണ്ടതില്ല എന്ന രൂപത്തിൽ അള്ളാഹു പ്രവാചകനോട് പറയുകയാണ്. ഇനി അടുത്ത 2 ആയത്തുകൾ കൂടിയാണ് ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത്. അതിൽ പറയുന്നതാ, അം തസ്അലുഹും അജ്റൻ ഫലഹും അം തസ്അലുഹും അജ്റൻ ഫഹും മിൻ മഗ്റമിൻ മുസ്ഖലൂൻ അം ഇൻദഹുമുൽ ഗൈബ് ഫഹും യക്തുബൂൻ. ഈ 2 ആയത്ത് കൂടെ ഉണ്ട്. ഇനി അവർ വിശ്വസിക്കാതിരിക്കാൻ എന്താ കാരണം? അള്ളാഹ് ചോദിക്കുകയാണ് അവരോട് ഒരു പരിഹാസപൂർവ്വം ചോദിക്കുകയാണ്. അവർ ഈ പ്രവാചകന്റെ പ്രബോധനം സ്വീകരിക്കാതിരിക്കാൻ എന്താ കാരണം? അം തസ്അലുഹും അജ്റ, നബിയെ അങ്ങ് അവരോട് വല്ല പ്രതിഫലവും ചോദിക്കുന്നുണ്ടോ? എന്നിട്ട് അവരെ ഈ സത്യമാർഗത്തിലേക്ക് പ്രബോധനം ചെയ്യുന്നതിന് അങ്ങ് വല്ല പ്രതിഫലവും ചോദിച്ചിട്ട് ഫഹും മിൻ മഗ്റമിൻ മുസ്ഖലൂൻ, അവർക്കത് നൽകാൻ കഴിയാതെ അവർ കടബാധ്യസ്ഥരായിട്ടാണോ അവർ ഇങ്ങനെ ഇത് സ്വീകരിക്കാത്തത്, നിഷേധികളായി മാറുന്നത് എന്ന കാര്യം അള്ളാഹു അവരോട് ചോദിക്കുകയാണ്. അതൊരു പരിഹാസപൂർവ്വം ചോദിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നബി തിരുമേനി എന്നല്ല, ഒരു പ്രവാചകന്മാരും അവരുടെ പ്രബോധനത്തിന് ആ ജനതയോട് യാതൊരു പ്രതിഫലവും ചോദിച്ചിട്ടില്ല എന്ന് ഖുർആൻ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമാണ്. അത് അള്ളാഹുവിനറിയാം. പക്ഷെ എങ്കിലും ഇവിടെ അവരുടെ നിഷേധത്തിന് എന്താ കാരണം? അങ്ങ് അവരെ പ്രബോധനം നടത്തുന്നതിന് വല്ല പ്രതിഫലവും അവരോട് ആവശ്യപ്പെടുന്നുണ്ടോ? അവർ സത്യവിശ്വാസം സ്വീകരിച്ചാൽ അങ്ങേക്ക് വല്ലതും തരേണ്ടി വരും എന്നവർ വിചാരിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് അള്ളാഹു ചോദിക്കുന്നത്. അതൊരു പരിഹാസപൂർവ്വം ചോദിക്കുകയാണ്. പിന്നെ ചോദിക്കുന്നത് എന്താ അറിയോ? വീണ്ടും ചോദിക്കുകയാണ്, അതുപോലെ തന്നെ അവരുടെ അടുക്കൽ അം ഇൻദഹുമുൽ ഗൈബ്, അവർക്ക് വല്ല അദൃശ്യവും അറിയുന്നുണ്ടോ? എങ്ങനെ? ഫഹും യക്തുബൂൻ, അവർക്ക് എഴുതപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന, അവർക്ക് വായിച്ചു മനസ്സിലാക്കാവുന്ന, തങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രതിഫലം പരലോകത്തും തങ്ങൾക്ക് കിട്ടുമെന്ന് അവർ വാദിച്ചിരുന്നു അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്നു എന്ന് കഴിഞ്ഞ ആയത്തുകളിൽ സൂചിപ്പിച്ചല്ലോ. അങ്ങനെ അവർക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കാവുന്ന വല്ല അദൃശ്യജ്ഞാനവും അവർക്കുണ്ടോ
എന്നൊക്കെയാണ് അള്ളാഹു ചോദിക്കുന്നത്. ഇതെല്ലാം യഥാർത്ഥത്തിൽ അവരെ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പൊ ചുരുക്കത്തില് ഇവിടെ അള്ളാഹു പറയുന്ന ഒരു കാര്യം എന്താ അറിയോ? മേൽ പറയപ്പെട്ട കാരണങ്ങളോ എന്ന് പറഞ്ഞാൽ അവർക്ക് പരലോകത്തും അവർക്ക് രക്ഷയുണ്ടായിരിക്കും എന്നുള്ള വല്ല അദൃശ്യജ്ഞാനമോ, അതല്ല അങ്ങ് പ്രബോധത്തിന് അവര് സത്യവിശ്വാസം സ്വീകരിച്ചാൽ അങ്ങേക്ക് വല്ല പ്രതിഫലവും തരേണ്ടി വരും എന്നതൊക്കെയാണോ, അതല്ല അതുപോലെയുള്ള സമാനമായ മറ്റു കാരണങ്ങളാണോ അവർ ഈ സത്യവിശ്വാസം സ്വീകരിക്കാൻ അവർക്ക് കാരണമായിട്ടുള്ളത്? യഥാർത്ഥത്തിൽ ഒന്നുമല്ല എന്ന് വളരെ വ്യക്തമാണ്. ആയതിനാൽ അവർ അവരുടെ ആ നിഷേധത്തിലും അതുപോലെ തന്നെ അവരുടെ ആ ധിക്കാരത്തിലും അവർ തുടർന്നു കൊള്ളട്ടെ. അതുകൊണ്ട് നബി അങ്ങ് പ്രയാസപ്പെടേണ്ടതില്ല. അവർക്ക് അർഹമായ ശിക്ഷ കൃത്യമായ സമയത്ത് അള്ളാഹു അവരെ പിടികൂടി നൽകുന്നതാണ് എന്ന ഒരു കാര്യം. അതോടൊപ്പം അള്ളാഹു ചേർത്ത് പറഞ്ഞല്ലോ, നിന്റെ റബ്ബിന്റെ പിടുത്തം അതിശക്തമാണ് എന്ന്. നമ്മൾക്കറിയുന്ന ചെറിയൊരു സൂറത്തിലും അങ്ങനെ ഒരു വചനം കാണാം, ഇന്ന ബത്തുഷ റബ്ബിക്കല ഷദീദ്, നിന്റെ റബ്ബിന്റെ പിടുത്തം അതികഠിനമാണ് എന്ന്. അപ്പൊ ചുരുക്കത്തിൽ ഈ ഇന്ന് നമ്മൾ വായിച്ചിട്ടുള്ള 42 മുതൽ 47 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു നിഷേധികൾക്ക് പരലോകത്തുണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. എന്നാൽ ആ പറയുന്നതിലൊക്കെയും ഇഹലോകത്ത് അവർക്ക് അള്ളാഹുവിന്റെ കൽപ്പനക്ക് പ്രവാചകന്മാരുടെ പ്രബോധനത്തിന് ചെവി കൊടുക്കാതിരുന്നവർക്ക് പരലോകത്തും അവർക്ക് യാതൊരു രക്ഷയും ഉണ്ടായിരിക്കുകയില്ല. അവിടെ അവർ സുജൂദ് ചെയ്യാൻ വിളിക്കപ്പെടുമ്പോൾ അതിനവർക്ക് സാധിക്കുകയില്ല. അതവരെ മോശമാക്കുവാനും അവർക്ക് മനസ്സിൽ ഭയമുണ്ടാക്കുവാനും, ഇഹലോകത്ത് തങ്ങൾ അത് ചെയ്തിരുന്നുവെങ്കിൽ ഇവിടെ ഞങ്ങൾക്കതിന് സാധിക്കുമായിരുന്നു എന്ന ഒരു ഖേദം അവരിൽ ഉണ്ടാക്കുന്നതിനു വേണ്ടിയൊക്കെയാണ് യഥാർത്ഥത്തിൽ പരലോകത്ത് അവർ സുജൂദിനായി വിളിക്കപ്പെടുന്നത് എന്നും, യഥാർത്ഥത്തിൽ ആരാധനാഭാവത്തിലുള്ളതോ അതല്ലെങ്കിൽ നിർബന്ധിതമായിട്ടുള്ള സുജൂദിനോ അല്ല, മറിച്ച് ഇഹലോകത്ത് വെച്ച് അവർക്കതിന് സാധിക്കുമായിരുന്നു, പക്ഷേ അവരത് ചെയ്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഖേദം അവരിൽ ഉണ്ടാക്കാൻ, പരലോകത്ത് ഞങ്ങൾക്ക് ഇതിന് സാധിക്കുന്നില്ലല്ലോ, ഇനി ഞങ്ങൾക്ക് രക്ഷയുമില്ലല്ലോ എന്ന് അവരെ സ്വയം ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉള്ള ഒരു അവസ്ഥയാണ് ഈ ആയത്തുകളിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഒരു ക്ലാസ് കൂടെ ഈ അധ്യായത്തിൽ ഇതിന്റെ ബാക്കി വചനങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച വിശദീകരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.